വാനില ഐസ്ക്രീമും അതുപോലെ അതിൻ്റെ കൂടെ ക്യാരറ്റ് ഹൽവയോടെ ചേർത്ത് കഴിച്ചിട്ടുള്ളവർ താഴെ കമൻ്റ് അറിയിക്കുക. ഇത് രണ്ടും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വാനില ഐസ്ക്രീം വിത്ത് ക്യാരറ്റ് ഹൽവയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാരറ്റ് ഹൽവ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ക്യാരറ്റ് ഹൽവയിലേക്ക് മൊത്തം 2 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. വേണമെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ചുകൂടി കുറയ്ക്കാവുന്നതാണ്. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കശുവണ്ടി പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ടു മീഡിയം ഫ്ലെയിം മാത്രം ഇട്ട് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കശുവണ്ടി പരിപ്പ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഉണക്കമുന്തിരി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്ത് കോരി മാറ്റിയെടുക്കാവുന്നതാണ്. ഇത് വറുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അതേ നെയ്യിലേക്ക് ക്യാരറ്റ് അരിഞ്ഞത് 3 കപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യിലേക്ക് തന്നെയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായി 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അവസാനമായിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡ് കുറച്ച് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് പഞ്ചസാരയുടെ അളവ് നമുക്ക് കുറച്ച് ചേർത്താൽ മതി, 4 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിൽ ഈ സമയം നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള മധുരത്തിൻ്റെ അളവ്, പഞ്ചസാരയുടെ അളവ് കൂടുതൽ ചേർക്കാവുന്നതാണ്. ക്യാരറ്റിന് അത്യാവശ്യം മധുരം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ക്യാരറ്റൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പഞ്ചസാരയും അലിയുന്നതാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ 1 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിലത്തെ പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാലും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. പഞ്ചസാര എല്ലാം നന്നായി മെൽറ്റായിട്ടുണ്ട്. മൂന്ന് കപ്പ് ക്യാരറ്റിലേക്ക് നമ്മൾ 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 125 ml പാല് ചേർത്താൽ മതിയാവും. ക്യാരറ്റിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് ക്യാരറ്റിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാല് ചേർക്കുന്നത്. പാല് പശുമ്പാലാണ് ചേർത്തിട്ടുള്ളത്. പശുമ്പാൽ അലർജി ഉള്ളവർക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. പാൽ ചേർത്തതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ഒരു 6 ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ 6 തൊട്ട് 8 ടേബിൾ സ്പൂണ് നമുക്ക് മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മിൽക്ക് മെയ്ഡ് ചേർത്ത ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലത്തെ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ തൊട്ട് 2 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിലത്തെ വെള്ളാംശം വറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്പൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് നന്നായി ഇളക്കിയിട്ടതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഈ അളവിൽ ചെയ്താൽ നിങ്ങൾക്കും കറക്റ്റായി തന്നെ കിട്ടും. ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് അത് മാറ്റി വയ്ക്കാം. കറക്റ്റ് സെറ്റായിട്ട് കിട്ടും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ സെർവ് ചെയ്യാവുന്നതാണ്. സെർവ് ചെയ്യുമ്പോൾ ഇതിന് മുകളിലായിട്ട് നമുക്ക് ബദാം അതുപോലെ പിസ്തയൊക്കെ അരിഞ്ഞത് ഉണ്ടെങ്കിൽ ഓപ്ഷനിലാണ്, അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് വാനില ഐസ്ക്രീമാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി 2 തവണ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെയും ഫുൾ റെസിപ്പി കാണിക്കുന്നില്ല. ഇത് ഞാൻ തലേദിവസം തന്നെ
ഐസ്ക്രീം അത് തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. വിപ്പിംഗ് ക്രീമിൻ്റെ കാലി ബോക്സിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്തതാണ്, അല്ലാതെ ഇത് വിപ്പിംഗ് ക്രീം അല്ല, ആരും തെറ്റിദ്ധരിക്കരുത്. ഇതുപോലെ സ്ക്വയറായി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബോക്സിലേക്ക് നമുക്ക് ജ്യൂസിൻ്റെ ഒക്കെ ബോക്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ സ്ക്വയറായി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ക്യാരറ്റ് ഹൽവയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ബദാം അതുപോലെ പിസ്തയാണ് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീട്ടിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. വാനില ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ കൊടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.